കേരള PSC LDCക്ക് 2024 കാസർഗോഡ് ജില്ലയിൽ ചോദിച്ചു തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടം ഉണ്ടാവില്ല. കാരണം ഓരോ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിലും വേറെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലാത്ത പക്ഷം ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയുന്നതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനുള്ളൂ. ആഫ്റ്റർ ഓൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കുക. സോ LDC 2024 കാസർഗോഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. k+1/k-2 = 0. k > 0 ആയാൽ k⁻29 + 1/k⁻29 - 2 = എത്ര? അതിൻ്റെ വില എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. k+1/k-2 = 0. ഇവിടെ ഈ ഇക്വേഷനെ നമ്മൾ ഒന്ന് സോൾവ് ആക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി റീഅറേഞ്ച് ചെയ്യുക. അപ്പം k+1/k = 2. ഇനി നമ്മൾ ഇവിടെ LHSഉം RHSഉം എന്ത് ചെയ്യുക? k-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? k² + 1 = 2k എന്നാവും. k² + 1 = 2k. അതിൻ്റെ അടുത്തും k² - 2k + 1 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായി. അങ്ങനെ ആവുമ്പോൾ a = 1, b = -2, c = 1 ആയി. ഇത് -b ± √b² - 4ac/2a = 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇടുമ്പോൾ kൻ്റെ വാല്യൂ കിട്ടും. അപ്പം -b എന്ന് പറയുന്നത് -2 ± √b² എന്ന് പറയുമ്പോൾ 4 -4 × a × c/2 × 1 = 2 ± √4 - 4 എന്ന് പറഞ്ഞാൽ 0/2. അപ്പോൾ ആൻസർ എത്രയാണ്? 1 ആണ് വരിക. 1 ആണ് ഇവിടെ kൻ്റെ വാല്യൂ കിട്ടുക. 1 ആണ്. അപ്പം ഇവിടെ kൻ്റെ വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? k⁻29 + 1/k⁻29 - 2 എത്രയാണെന്നുള്ളതാണ്. 129 + 1/129 - 2. 1 + 1 - 2 = 0 ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടും സിമ്പിൾ ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുക. 16/4 = 74. 35/7 = 85. 55/5 = 1011 ആയാൽ 49/7 = എത്ര? ഇവിടെ 1 + 6 7, 3 + 5 8, 5 + 5 10, 4 + 9 13. ഫസ്റ്റത്തെ ഡിജിറ്റ് വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ. x - 1/x = 1/2 ആയാൽ എന്തായിരിക്കും 4x² + 4/x² എന്ന വില എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന് ഒന്നുകിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് സോൾവ് ചെയ്തിട്ട് x - 1/x = 1/2 എന്നുള്ളത് ഞാനിവിടെ സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 2x - 2/x = 1. അപ്പം ഇനി എന്താ ചെയ്യുക? ഇത് ക്ലോസ് ചെയ്യുക. 2x² - 2 = x. അപ്പോൾ 2x² - x - 2 = 0. ഇനി ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും വരാം അല്ലേ? 2 × അതായത് എൻ്റെ വാല്യൂ 2, ബിൻ്റെ വാല്യൂ -1, സിൻ്റെ വാല്യൂ -2 എന്ന പക്ഷം -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ സ്റ്റക്ക് ആവും അല്ലേ? അപ്പം നമ്മൾ എന്താണ് വേറൊരു മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ 73ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. സംഭവം ഒന്നുമില്ല. ആദ്യം തന്നെ ഈ x - 1/x = 1/2 എന്നുള്ളതിനെ ഈ LHSഉം RHSഉം നമ്മൾ സ്ക്വയർ ചെയ്യാം. 2 ഭാഗത്തും സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? a² - 2ab 2x × 1/x + b² 1/x² = 1/2² എന്ന് പറഞ്ഞാൽ 1/4.
അപ്പം എക്സ് സ്ക്വയർ മൈനസ് ഈ എക്സും കട്ട് ചെയ്യുമ്പോൾ എന്താവും 2 + 1/x സ്ക്വയർ ഈക്വൽ ടു 1/4. ഓക്കെ, ഇനി ഇത് അടുത്ത പേജിൽ എഴുതുമ്പോൾ എന്താവും എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ -2 ഈക്വൽ ടു 1/4. ഈ -2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽ ടു 1/4 + 2 1/4 + 2. അപ്പോൾ എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽ ടു 9/4 ആണ് ഇവിടെ വരാം. ഈ ഒരു സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ 4x സ്ക്വയർ പ്ലസ് 4/x സ്ക്വയർ എന്താണ് 4x സ്ക്വയർ പ്ലസ് 4/x സ്ക്വയർ. ഇതിൽ രണ്ട് ടൈമിലും 4നെ ഞാൻ പുറത്തെടുക്കുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ് 9/4. അപ്പോൾ 4 × 9/4 എഴുതിക്കൂടെ? 4ഉം 4ഉം തട്ടത് 9 ആണ് എന്ത് ആൻസർ. 9 ഓപ്ഷനിൽ ഓപ്ഷൻ എ, 9 ഓപ്ഷനിൽ ഓപ്ഷൻ എ. ഇത് ഒന്നുകൂടി നല്ല രീതിക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കി ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിച്ചാൽ 50% എന്ന് പറയുമ്പോൾ എന്താണ് 50/100 ഈക്വൽ ടു 0.5 അല്ലേ? 0.5 എന്നായിരിക്കും 50% എന്ന് പറഞ്ഞാൽ. വർദ്ധിച്ചാൽ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനം വർദ്ധിക്കും? വിസ്തീർണം നമുക്കറിയാം. വിസ്തീർണം എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്തായിരിക്കും 5r² ആയിരിക്കും. അപ്പോൾ ഇവിടെ പുതിയ ഒരു റേഡിയസ് ഉണ്ടായി. സാധാ റേഡിയസിൻ്റെ കൂടെ 50% കൂടി, അതായത് പുതിയത് എന്നുള്ളത് പുതിയ ആരം, പുതിയ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് സാധാരണ റേഡിയസിൻ്റെ കൂടെ r' കൂടി വന്നു. ആ r' എന്ന് പറയുന്നത് എന്താണ് 0.5 ആണ്. അപ്പോൾ r + 0.5r എന്ന് പറയുന്ന 1.5r. ഓക്കെ. അപ്പം പുതിയ എന്താണ് ഇനി പുതിയ വിസ്തീർണം, പുതിയ ഏരിയ എന്ന് പറയുന്നത് πr² വിച്ച് ഈസ് ഈക്വൽ ടു π × 1.5r². 1.5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225. അപ്പം 2.25r² ആണ് ഇവിടുത്തെ ഏരിയ വരാം. 2.25r² ആണ് ഇവിടുത്തെ ഏരിയ. അപ്പോൾ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് അത് വേറെ പേജിൽ എഴുതുമ്പോൾ ആദ്യത്തെ ഏരിയ ഓൾഡ് ഏരിയ എന്ന് പറയുന്നത് πr². ന്യൂ ഏരിയ എന്ന് പറയുന്നത് വിസ്തീർണം തന്നെ. പുതിയ ഏരിയ എന്ന് പറയുന്നത് എന്താണ് 5 × 2.25r. 5 × 2.25r². ഇതൊന്നും കൂടി നല്ല രീതിക്ക് എഴുതുമ്പം 5r² × 2.25 അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പം എന്താണ് 2.25 πr² മൈനസ് πr² ഈക്വൽ ടു πr²നെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2.25 മൈനസ് 1.25r² ആണ് 5r² ആണ് ആൻസർ വരാം. ഇത്ര വ്യത്യാസം 1.25ൻ്റെ പെർസെൻറ്റേജ് അപ്പം എന്തായിരിക്കും 1.25 × 100 ചെയ്താൽ 125 ആയിരിക്കും ആൻസർ വരാം. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. അതായിരിക്കും നന്നാവുക. രാവിലെ 10 മണിക്കും രാവിലെ 10 മണിക്ക് എന്ന് പറയുമ്പോൾ 10 മണിൻ്റെ ക്ലോക്ക് പറയുമ്പോൾ 10 ഇവിടെ ആണ് ഇവിടെ. ഓക്കെ, 12 ഇവിടെ മണിക്കും ഉച്ചക്ക് 1 മണി പറയുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ ആയിരിക്കും 1 മണി. എത്ര മണിക്കൂർ മിനിറ്റ് സൂചി, ഈ മണിക്കൂറിൻ്റെ മിനിറ്റ് സൂചിൻ്റെയും ആംഗിള് 180 ഡിഗ്രി വരുന്നത് എത്ര പ്രാവശ്യമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മണിക്കൂറിൻ്റെ മിനിറ്റ് സൂചിൻ്റെയും ആംഗിള് എത്ര പ്രാവശ്യം 180 ഡിഗ്രി വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 10 മണി എടുക്കുമ്പം എങ്ങനെ പോയി 10-20 അല്ലെങ്കിൽ ആ ഒരു 20ൻ്റെ ഒക്കെ അടുത്തെത്തുമ്പോൾ ആ ഒരു പ്രാവശ്യം എന്താണ് ഇവിടെ 10 മണിൻ്റെ 11 മണിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ആവുന്നുണ്ട്. സപ്പോസ് ഞാനിവിടെ സുമാറ് കണക്ക് എഴുതുമ്പോൾ ഒരു 10-15നും 10-20ൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം എന്താണ് 180 ഡിഗ്രി വരുന്നുണ്ട്. ഇതൊരു പ്രാവശ്യം. ഓക്കെ, 10-15നും 10-20ൻ്റെ ഇടയിൽ. ഇനി രണ്ടാമത്തെ പ്രാവശ്യം എന്നുള്ളത് ഇങ്ങനെ പോയി 11 മണിയുടെ ഇടയിൽ 11 മണി പറയുമ്പോൾ 11 ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ
25, ഒരു 11 23 25 ഇടയിൽ, 11 25 ഇടയിൽ ഒരു പ്രാവശ്യം കൂടി എന്താണ് 180 ഡിഗ്രി വരും. ഓക്കെ, പേ ടൈം എന്തായാലും നമുക്കറിയാം എന്താണ് 12.5. അങ്ങനെ 3 പ്രാവശ്യം എന്താണ് അവിടെ 180 ഡിഗ്രി വരുന്നത്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടി ആകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്രയായിരിക്കും? 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 10 വർഷം. നമുക്ക് സാധാരണ പലിശന്റെ ഇക്വേഷൻ എന്താ എന്നുള്ളത് അറിയാം. എമൗണ്ട് ലാസ്റ്റ് കിട്ടുന്നത് എന്താണ്? TRT/100 ചെയ്താലാണ് ആൻസർ കിട്ടുക. 100% വിടുക. ഇപ്പൊ ഇവിടെ PRT എന്നുള്ളത് മാത്രം വെക്കുമ്പോൾ എന്താണ്, ഒരു നിക്ഷേപം ഇരട്ടിയാവുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, 10 ഇയർ ആണ് ഇവിടെ ടൈം തന്നിരിക്കുന്നത്, 10 കൊല്ലാണ്. അപ്പൊ ഒരു നിക്ഷേപം ഇരട്ടിയാവുന്നു, അതായത് ഈ എന്ന് പറയുന്നത് എന്താവാണ്, ഇരട്ടിയാവാന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന പലിശക്ക് തുല്യമാവാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തരുന്ന പലിശക്ക് തുല്യമാവാണ്. P എന്ന് പറയുന്നത് എന്താവും, ഐക്ക് തുല്യമാവും. ഓക്കെ, അപ്പൊ ഈ I=PRT ആണെന്നുണ്ടെങ്കിൽ P= എന്താവും, PRT ആവും. അപ്പൊ പിയും കട്ട് ചെയ്യുമ്പോൾ 1=RT ആവും. 1=RT ആവും. അപ്പൊ ഇവിടെ Pന്റെ പ്ലേസ് ഞാൻ ഇവിടെ 10 ഇടുമ്പോൾ R എന്ന് പറയുന്നത് 1/10 ആണ്. 1/10 ആണ്. ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ എന്താണ്, 10% ആണ് ആൻസർ വരാം. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ കലണ്ടർ ക്വസ്റ്റ്യൻ ആണ്. 2000 ജനുവരി 1 ശനിയാണെന്നുണ്ടെങ്കിൽ, ഇത് ശനിയാണ് എന്നുണ്ടെങ്കിൽ 2006 ജനുവരി 1 എത്രാം തീയതി ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 നിന്ന് 2006 എത്ര കൊല്ലമുണ്ട്? 6 കൊല്ലം. ഓക്കെ, പ്ലസ് ഈ 2000 മുതൽ 2006 വരെയുള്ളതിൽ എത്ര പ്രാവശ്യം അതിവർഷം വരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഫെബ്രുവരി 29 വരുന്ന കൊല്ലങ്ങൾ. 2000 ഒരു പ്രാവശ്യം വരുന്നുണ്ട്. 2000 കഴിഞ്ഞ് പിന്നെ 4 വർഷം കഴിഞ്ഞ് 2004. 2004 എന്താണ്, അതിവർഷമാണ്, ഇല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണ് അല്ലേ. ലീപ്പ് ഇയർ 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ എത്ര കിട്ടാ? 8. ഈ 8നെ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട്? 7 ദിവസം. 8/7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1771. ഇവിടെ സിസ്റ്റം വരുന്ന ഈ സിസ്റ്റം വരുന്ന ഈ 1 എന്താ ചെയ്യാ, ഈ ശനീൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ശനി കഴിഞ്ഞ് ഞായറാണ് എന്ത് ആൻസർ. ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? YEB WSD UHG SKI. ഇവിടെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്ത ലെറ്റർ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ വന്നു. അപ്പം Y എത്രാമത്തെ ലെറ്ററാണ്? 25ാമത്തെ ലെറ്ററാണ്. ഓക്കെ, W എത്രാമത്തെ ലെറ്ററാണ്? 23ാമത്തെ ലെറ്ററാണ്. U എത്രാമത്തെ ലെറ്ററാണ്? 21. 21 കഴിഞ്ഞ് ഇത് എത്രാമത്തെ ലെറ്ററാണ്? 19ാമത്തെ ലെറ്ററാണ്. ഇവിടെ 25-ന്ന് 23 ആകാൻ -2 ചെയ്ത് -2 ചെയ്ത് ഇനി -2 ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ വരാം? QRS അല്ലേ? Q കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ Q വരുന്ന ഓപ്ഷൻ C. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 875 929 1067. ആഫ്റ്റർ ഓൾ നിങ്ങളുടെ PSCന്റെ ഇതിൽ തന്ന കീയിൽ തന്ന ആൻസർ എന്താന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ബാക്കിയുള്ളതൊന്നും എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണമായിട്ട് വർഗീകരണത്തിലൂടെ എന്തെങ്കിലും ആൻസർ കിട്ടുന്നതല്ല. ഈ എയും ബിയും എന്നാൽ 1089 എന്ന് പറയുന്നത് എന്താണ്, 33ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതില് ഓപ്ഷൻ C ആണ് ആൻസർ. ഇത് എന്തുകൊണ്ടാണ് A വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് ആൻസർ വരേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിന്റെ 7 മടങ്ങ് തന്നെയാണ് 11ാം പദത്തിന്റെ
11 ഇതിന് തുല്യം. അപ്പം ഇവിടെ ഏഴാം പദം എന്ന് പറയുമ്പോൾ എന്താണ് 7 ഇൻറ്റു x1 പ്ലസ് n-1 ഇൻറ്റു d 6 ഇൻറ്റു d അല്ലേ ഈക്വൽ 11 ഇൻറ്റു x1 പ്ലസ് 10d. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ 7x1 പ്ലസ് 42d ഈക്വൽ ടു 11x1 പ്ലസ് 110d. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 42d മൈനസ് 110d ഈക്വൽ ടു 11 7 കുറയ്ക്കുമ്പോൾ 4 4x1 അപ്പം മൈനസ് 68d ഈക്വൽ ടു എത്രയാണ് 4x1. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ് -68d/4 ചെയ്യാൻ 68/4 ചെയ്യുമ്പോൾ ഈ 4 4 2 8. അപ്പം x1 എന്ന് പറയുന്നത് എന്താണ് 17d ആണ്, -17d ആണ് കിട്ടുന്നത്. ഇനി എന്താണ് 18ാം പദം? അപ്പോൾ x80 എന്ന് പറയുന്നത് എന്താണ് x1 പ്ലസ് 17d ആണ്. x1 ഓൾറെഡി അറിയാം എന്താണ് -17d ആണ് പ്ലസ് 17d. ആൻസർ എന്താണ് 0 ആണ് വരിക. ഓപ്ഷൻ ഇവരൊന്നുമല്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയെന്ന് വിചാരിക്കുന്നു. സോ ബൈ.